ഇതെൻ്റെ ഗ്രാമമാണ് ശങ്കരമംഗലം. വള്ളുവനാട് കേരളത്തിലെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യമുള്ള പ്രദേശം. അതിൻ്റെ വൈവിധ്യമാർന്ന പൂരങ്ങളിലൂടെ പ്രശസ്തമാണ്. ഈ പൂരങ്ങൾ പ്രദേശത്തിൻ്റെ ആചാരങ്ങളും അതുപോലെ തന്നെ കലാരൂപങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. ഈ ഗ്രാമത്തിൽ വസിക്കുന്ന ആളുകളുടെ തട്ടകത്തെ ഭഗവതി എന്ന് പറയുന്നത് നെടുങ്ങനാട്ടൂർ ശ്രീ മുത്തശ്ശിയാർക്കാവാണ്. അപ്പോൾ ഈ മുത്തശ്ശിയാർക്കാവിലെ പൂരത്തിന് അനുബന്ധമായിട്ട് അവിടുത്തെ പറയെടുപ്പ് നടത്താറുണ്ട് എല്ലാ വർഷവും. ഈ പറയെടുപ്പ് എന്ന് പറയുന്നത് ഭഗവതി നമ്മുടെ വീട്ടിലേക്ക് ആ ഒരു വെളിച്ചപ്പാടിൻ്റെ രൂപത്തിൽ വരുന്നു എന്നതാണ് സങ്കല്പം. വള്ളുവനാട്ടിൽ പറയെടുപ്പ് എന്ന് പറയുന്നത് അത് കേരളത്തിലെ സംബന്ധിച്ച് ചില ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പരമ്പരാഗത ചടങ്ങാണ്. ഈ ചടങ്ങിൽ ദേവിയുടെ പ്രതിരൂപം അത് മേളങ്ങളുടെ അകമ്പടിയോടെ ഭക്തരുടെ വീടുകളിലേക്ക് എഴുന്നള്ളിക്കുന്നു. ഭക്തജനങ്ങൾ ദേവിയെ വരവേൽക്കുകയും അവരുടെ ദാനധർമ്മങ്ങൾ സങ്കല്പിക്കുകയും അതുപോലെ തന്നെ അവർ ആ ദേവിയെ സസന്തോഷം ഗൃഹത്തിലേക്ക് ആനയിച്ച് അവിടെ ഐശ്വര്യസമ്പൂർണമായ പ്രാർത്ഥനയോടുകൂടി ദേവിയെ ആത്മബന്ധത്തിനോട് ആ ഒരു ദേവിയുമായിട്ടുള്ള ആത്മബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ പറയെടുപ്പ് എന്ന് പറയുന്നത്. ഈ മുത്തശ്ശിയാർക്കാവ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിലെ കൊടുമുണ്ട ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത ദുർഗാദേവി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം നെടുങ്ങനാട് പ്രദേശത്തെ പ്രധാന ആരാധനാലയങ്ങളിലൊന്നാണ്. ദേവിയെ മുത്തശ്ശി എന്ന രൂപത്തിൽ ഇവിടെ ആരാധിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് പഴയ കാലത്ത് രണ്ട് നായർ കുടുംബങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഭഗവതി മുത്തശ്ശി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതാണ്. തുടർന്ന് അവർ ഭഗവതിയെ മുത്തശ്ശി രൂപത്തിൽ പ്രതിഷ്ഠിച്ചു. ഇതിലൂടെ തെക്ക് വടക്ക് മുത്തശ്ശിയാർക്കാവുകൾ, രണ്ട് മുത്തശ്ശിയാർക്കാവുകളുണ്ട്. അത് തെക്ക് മുത്തശ്ശിയാർക്കാവും വടക്ക് മുത്തശ്ശിയാർക്കാവും എന്ന രീതിയിൽ പിന്നീട് ഈ രണ്ട് കാവുകളും അറിയപ്പെട്ടു എന്നതാണ് പറയുന്നത്. മുത്തശ്ശിയാർക്കാവിൻ്റെ പൂരത്തിനോടനുബന്ധിച്ചാണ് ഇന്നത്തെ ഈ പറയെടുപ്പ് ഇവിടെ നടക്കുന്നത്. പാലക്കാടൻ ഗ്രാമങ്ങൾ അവയുടെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക പാരമ്പര്യവും കൊണ്ട് പ്രശസ്തമാണ്. വേറെ ഏത് സ്ഥലം സന്ദർശിച്ചാലും എൻ്റെ നാടിൻ്റെ ഒരു ഭംഗി എനിക്ക് എവിടെയും കണ്ട് കിട്ടാനായിട്ട് പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ശരിക്കും ഈ ഒരു ഗ്രാമീണതയാണ് എൻ്റെ മനസ്സിനെ എപ്പോഴും സ്വാധീനിക്കുന്ന ചില സംഗതികളിലേക്ക് എപ്പോഴും എൻ്റെ മനസ്സിനെ പറ്റിച്ചത്. ഒരു വിശുദ്ധി അല്ലെങ്കിൽ ആ സൗന്ദര്യം മനസ്സിനെപ്പോഴും ഒരു തണലും താങ്ങുമൊക്കെ ആയിട്ട് എൻ്റെ ഈ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിപ്പോകാറുണ്ട്. ഞാൻ കുറേ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടും ഇവിടുത്തെ ഒരു ഭംഗിയും ഒരു നിഷ്കളങ്കതയൊന്നും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ നേപ്പാളിൽ പോയിട്ട് പോലും എനിക്കങ്ങനെ ഒരു ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയുണ്ടെങ്കിലും ആളുകളുടെ ആ ഒരു വിശുദ്ധിയും ആ ഒരു സാംസ്കാരികപരമായ ഉന്നതിയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. പറയെടുപ്പിന് വേണ്ടി ആ ഒരു ഭഗവതീ സ്വരൂപം വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
മകരമാസം തൊട്ട് വള്ളുവനാട്ടിലെ പൂരങ്ങൾ ആരംഭിക്കുകയാണ്. ആർപ്പ് വിളികളുമായിട്ട് ഇനിയൊരു പൂരക്കാലം വരികയാണ്. തീർച്ചയായിട്ടും ഈ ക്ഷേത്രോത്സവങ്ങളിൽ പങ്കെടുക്കാനും അതിൻ്റെ അനുഭൂതി ആസ്വദിക്കാനും ഇനിയുള്ള കാലം നമുക്കെല്ലാവർക്കും ഉള്ളതാണ്.